പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിക്കൊണ്ട് എന്നെ ഈ അൾത്താരിൽ സാക്ഷ്യം പറയാൻ നിർത്തിയ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് രമ്യ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. 2021 നവംബർ 29 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നത്. ഉടമ്പടി എടുക്കാൻ ഇതെൻ്റെ 17ാമത്തെ ഉടമ്പടി പുതുക്കൽ മെയ് മാസത്തിൽ കഴിഞ്ഞു. ഉടമ്പടി ഒരു 4 വർഷത്തോളമായി ഉടമ്പടി ജീവിതത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ഇവിടെ ഞാൻ വിടാനുണ്ടായ ആദ്യ സാഹചര്യം എന്ന് പറയുന്നത് ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. 2019 ജൂൺ മാസത്തിൽ എൻ്റെ മകളുടെ ഡെലിവറിയോടനുബന്ധിച്ചാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന സമയത്ത് ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായി അറിയുന്നത്. മോൾക്കൊരു ഞാൻ പ്രഗ്നൻ്റ് ആയ ഒരു 8 മാസം ആയപ്പോഴും എമർജൻസി ഒരു ദിവസം ചെക്കപ്പിന് പോയപ്പോഴാണ് എമർജൻസി സിസേറിയൻ വേണമെന്ന് പറഞ്ഞ് അഡ്മിറ്റാക്കിയത്. അങ്ങനെ മോൾക്ക് 1.5 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. 8ാം മാസത്തിലാണ് പ്രസവിച്ചത്. പിന്നെ 1 മാസത്തോളം NICUവിലായിരുന്നു. അതിനിടയിലാണ് NICUവിൽ വെൻറ്റിലേറ്ററിലായിരുന്നു മോൾ. അതിനിടയിലാണ് മോൾക്ക് കാരിയോടൈപ്പിംഗ് എന്ന ജനറ്റിക് സ്റ്റഡി, ജനിതക വൈകല്യമുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് പ്രഗ്നൻസി സമയത്ത് ടെസ്റ്റുകൾ ചെയ്തപ്പോൾ ഒരു വൈകല്യവും അതിലും കണ്ടുപിടിച്ചിരുന്നില്ല. പക്ഷേ ജനിച്ച ശേഷമാണ് മോൾക്ക് ഡൗൺ സിൻഡ്രോം എന്ന ജനിതക വൈകല്യം ഉണ്ടെന്ന് അറിയാൻ സാധിച്ചത്. 1 മാസത്തോളം NICUവിലായിരുന്നു മോൾ. അന്നാണ് ആദ്യമായിട്ട് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ സിസ്റ്റർമാർ, NICUവിലുള്ള സിസ്റ്റർമാരാണ് എനിക്ക് ആദ്യമായി കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞ് പത്രം തരുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ മോളുടെ നെറ്റിയിൽ ഉടമ്പടി തൈലം പുരട്ടി കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ എനിക്ക് തരികയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റിയും മാതാവിനെ പറ്റിയും എല്ലാം അറിയുന്നത്. മോൾക്ക് 1 മാസത്തിന് ശേഷം ഡിസ്ചാർജായി വീട്ടിൽ കൊണ്ടുപോയി. അന്ന് മുതൽ ഞാൻ ഉടമ്പടി പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയും ജപമാലയെല്ലാം ചൊല്ലാൻ തുടങ്ങിയിരുന്നു. പിന്നെ മോൾക്ക് ഒരു 6 മാസത്തോളം മോളെ പുറത്ത് കൊണ്ടുപോവുകയൊന്നും ചെയ്തിരുന്നില്ല. അങ്ങനെ ഫ്രീ ടൈം ആയിരുന്നുകൊണ്ട്, അങ്ങനെ ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരാനോ ഉടമ്പടി എടുക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. പിന്നെ നെക്സ്റ്റ് 2020 ആയപ്പോഴേക്കും മോൾക്ക് 1 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ലോക്ക്ഡൗൺ ആയി, കൊറോണയായി, ലോക്ക്ഡൗൺ ആയി. അതിനുശേഷം ഇവിടെ 2020 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയുണ്ടായി. അതിനുശേഷം 2021 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് അന്നാണ് 2021 നവംബറിലാണ് ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മോളുടെ മൈൽ സ്റ്റോൺസ്, അതായത് കമിഴിൽ, മറയിൽ, അങ്ങനെ എല്ലാ മൈൽ സ്റ്റോൺസ് എല്ലാം ഭയങ്കര ഡിലേ ആയിരുന്നു. ഉടമ്പടി സമർപ്പിച്ചതിന് ശേഷം 2.5 വയസ്സായി. ആ സമയത്താണ് ഉടമ്പടി സമർപ്പിക്കുന്നത്. മോളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചത് അന്നാണ്. അതിനുശേഷമാണ് മോൾ നടക്കാൻ തുടങ്ങിയത്. പിന്നെ മോളുടെ ജീവിതത്തിൽ ഓരോ മൈൽ സ്റ്റോൺസ് എല്ലാം കുറേശ്ശെ ഡെവലപ്പ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഇത് എൻ്റെ 8ാമത്തെ സാക്ഷ്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് വേറെ കുറേ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത് 7 സാക്ഷ്യങ്ങളായി. എനിക്ക് ഗവൺമെൻറ് ജോബ് ലഭിച്ചത്, അതിന് ട്രാൻസ്ഫർ ലഭിച്ചത്. അതേപോലെ എൻ്റെ ബ്രദറിന് ഗൾഫിൽ നിന്ന് വരാൻ 1 വർഷത്തോളം വളരെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തിരിച്ചു വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് ലഭിച്ചത്. അങ്ങനെ വളരെയധികം ചേച്ചിയുടെ മക്കളുടെ പരീക്ഷ വിജയം, അങ്ങനെ കുറേ വളരെയധികം നിയോഗങ്ങൾ ഞാൻ സമർപ്പിച്ചതെല്ലാം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ 7 സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉടമ്പടി ജീവിതം അന്ന് മുതൽ 2021 മുതൽ മുടങ്ങാതെ ഉടമ്പടി പുതുക്കിക്കൊണ്ട് ഉടമ്പടി ജീവിതം തന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസം തോറും ദിവ്യബലിയിൽ പങ്കെടുത്ത് ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടാണ് പോകുന്നത്. മോളുടെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടായ സാക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ 2026 ജനുവരിയിൽ മോൾക്ക് ഇടയ്ക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷേ അന്നത്തെ സമയം മോൾക്ക് ഇൻഫെക്ഷൻ കൂടി. എക്സ്റേ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു അഡ്മിറ്റ് ആക്കണം. എക്സ്റേയിൽ നല്ല കബമുണ്ട്, ചെസ്റ്റിൽ, ലങ്സിൽ കബമുണ്ട്. ബ്ലഡ് ടെസ്റ്റിലും കുറേ വേരിയേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അഡ്മിറ്റ് ആക്കണം എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ ദിവ്യബലിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്നതുകൊണ്ട് എനിക്ക് മോളെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ അത് ദിവ്യബലി മുടങ്ങും എന്നുള്ളൊരു, പിന്നെ അതേപോലെ പ്രാർത്ഥനയെല്ലാം തടസ്സം വരുന്നൊരു അത് ഞാൻ മാതാവിനോട് സങ്കടം പറഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ലൈറ്റൊക്കെ നേർച്ച വസ്തുക്കൾ വെച്ചാൽ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി കുരിശു വരച്ച് ചെസ്റ്റിലും നെറ്റിയിലെല്ലാം കുരിശു വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഉപയോഗിക്കുന്നതിന് ഫലമായി, മാത്രമല്ല ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി മോൾക്ക് അഡ്മിഷൻ ആവാതെ തന്നെ പൂർണ്ണ സൗഖ്യം ലഭിച്ചു. മാതാവിന് തിരുകുമാരനും കോടാനുകോടി നന്ദി. അടുത്ത സാക്ഷി എന്ന് പറയുന്നത് മോൾക്ക് കഴിഞ്ഞ ആഴ്ച മോൾ ഉറങ്ങുന്നതിനിടയിൽ ചെറിയൊരു ബ്ലിസ്റ്റർ ബീറ്റിൽ എന്നൊരു പ്രാണി മോളുടെ കണ്ണിന് മുകളിൽ കടിക്കുകയുണ്ടായി. അത് വളരെ കണ്ണിന് മൊത്തം നീര് വന്ന് ചുവപ്പ് കളറായി, അങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു. വലത് കണ്ണിൻ്റെ ചുറ്റുമായിരുന്നു ഇത് ഉണ്ടായിരുന്നത്.
ഇതാണ് മോളുടെ അന്നത്തെ കണ്ടീഷൻ വരുന്നത്. ഇപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ ഡോക്ടറെ കാണിച്ചിരുന്നെങ്കിലും കലാമിൻ ലോഷൻ അങ്ങനെയൊക്കെ പരട്ടിയാൽ മതിയെന്ന്, പക്ഷേ അതൊന്നും പരട്ടിയോണ്ടൊന്നും മോൾക്ക് ഒരു മാറ്റം ഉണ്ടായില്ല, കൂടുകയാണ് ചെയ്തത്. പക്ഷേ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ അവൾക്ക് റൈറ്റ് കണ്ണിൻ്റെ അവിടെ ഒരു പാടും ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം മാറി, പൂർണ്ണമായി മാറി. അവളുടെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടെല്ലാം മാറുകയുണ്ടായി. മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. അടുത്ത സാക്ഷി എന്ന് പറയുന്നത് മോള് ഇത് കുറച്ച് ഹൈപ്പറാണ് ചില സമയങ്ങളിൽ, പ്രത്യേകിച്ച് ചൂട് സമ്മർ സീസണിലൊക്കെ ഭയങ്കരമായിട്ട് ചൂട് കൂടുമ്പോൾ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആകാറുണ്ട്. അത് മോളുടെ ആ ജനിതക വൈകല്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ചൂട് കൂടുന്ന സമയങ്ങളിൽ അവൾ ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഒരു ദിവസം കഴിഞ്ഞ സമ്മറിൽ ഒരു ദിവസം അവൾ ഞങ്ങളറിയാതെ ഉറങ്ങുന്നതിനിടയിൽ റൂമിൽ നിന്ന് പോയി ബാത്റൂമിൽ ഡോർ തുറന്ന് പൈപ്പ് വിട്ട് അതിനടിയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. പക്ഷേ എൻ്റെ അമ്മ അടുത്ത റൂമിൽ പ്രെയർ കഴിഞ്ഞ് അമ്മ ഉറങ്ങാൻ കിടക്കുന്നതായിരുന്നു. 2 മണി 3 മണി ആയിട്ടുണ്ടാവും. ഉറങ്ങുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ഒന്ന് വന്ന് നോക്കാൻ തോന്നിയപ്പോൾ വന്ന് നോക്കിയപ്പോൾ മോള് അവിടെ റൂമിൽ കാണാനില്ല. നോക്കിയപ്പോൾ പൈപ്പ് തുറന്ന് ബാത്റൂമിൽ ഇരിക്കുകയായിരുന്നു. ഒരു ബക്കറ്റ് നിറച്ചും വെള്ളം അടുത്തുണ്ടായിരുന്നു. ഒരു അപകടം കൂടാതെ മാതാവാണ് എൻ്റെ മോളെ സംരക്ഷിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ പല സന്ദർഭങ്ങളിൽ പല വീഴ്ചകൾ, ഇന്ന് തന്നെ ചെയറിൽ നിന്ന് മറിഞ്ഞിവിടെ വീണു, പക്ഷെ മോൾക്കൊരു കുഴപ്പമില്ലാതെ മാതാവിൻ്റെ കാപ്പയിൽ പോയി സംരക്ഷിക്കുന്നു എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം സ്ഥിരമായി മോൾക്ക് തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസം. അതുപോലെ ഉടമ്പടി തേനും ഉപ്പുമെല്ലാം ഭക്ഷണത്തിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്ഥിരമായി ഉടമ്പടി വിശ്വസ്തയോടുകൂടി ജീവിച്ച് ഉടമ്പടി രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും അതുപോലെ എല്ലാം ഡെയിലി ബ്രെഡ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കണ്ട് ഷെയർ ചെയ്യുക, സാക്ഷ്യം ഷെയർ ചെയ്യുക, ഇങ്ങനെ എല്ലാ ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യുക, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുക, വചനങ്ങൾ വായിക്കുമ്പോൾ ഓൺലൈൻ ബൈബിൾ വായിച്ച് അതിൽ വചനങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക, ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് ഷെയർ ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ ഉടമ്പടി ജീവിതം എല്ലാ നിബന്ധനകളെല്ലാം പാലിച്ച് അതുപോലെ കാരുണ്യപ്രവർത്തനം പ്രേക്ഷിത എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും 7 കെട്ട് പത്രം വാങ്ങി തൃശ്ശൂർ ടൗണിൽ ബസ് സ്റ്റോപ്പുകളിൽ പിന്നെ ഓട്ടോ സ്റ്റാൻഡുകളിൽ ഹോസ്പിറ്റലുകളിൽ പോയി ഹോസ്പിറ്റലിലെല്ലാം പേഷ്യൻസിനോടെല്ലാം പറഞ്ഞ് എൻ്റെ സാക്ഷ്യം പറഞ്ഞ് എൻ്റെ നിയമങ്ങൾ പറഞ്ഞ് എൻ്റെ ഞാൻ കൃപാസനത്തെ പറ്റി അറിയാനുള്ള സാഹചര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയാണ് പ്രാർത്ഥിച്ചാണ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കുർബാനയിൽ പത്രം കൊണ്ട് കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷമാണ് എല്ലാവർക്കും കൊടുത്ത് പ്രാർത്ഥിക്കുന്നത്. കുറച്ച് പത്രം ഞാൻ ഒരു ഡോക്ടറാണ്, ESIയിലാണ് വർക്ക് ചെയ്യുന്നത്. മാതാവ് തന്ന ജോബും മാതാവ് തന്ന ട്രാൻസ്ഫറൊക്കെയാണ്. ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. വരുന്ന പേഷ്യൻസിനും കുറച്ച് പത്രം എടുത്ത് മാറ്റി വെച്ച് വരുന്ന പേഷ്യൻസിനും നമുക്ക് കാശുരൂപമായിട്ടും വെഞ്ചരിച്ച കാശുരൂപവും പത്രമെല്ലാം സാക്ഷ്യം പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അറിയാത്തവരെ അറിയിക്കുന്നതിനും അറിഞ്ഞവരെ ആഴപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്നാൽ ആഴ്ചതോറും അത്താണി പോപ്പോൾ മേസി ഹോം എന്ന ശാരീരികവും മാനസികവുമായ വൈകല്യമുള്ളവരുടെ ഒരു അഭയകേന്ദ്രമാണ്. അവിടുത്തെ അന്തേവാസികളെ പോയി ശുശ്രൂഷിക്കുന്നുണ്ട്. എല്ലാ സൺഡേസിലാണ് ഞങ്ങളൊരു ഗ്രൂപ്പ് കൃപാസനം പ്രെയർ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് വഴി ഒരു വണ്ടി 10, 20, 25 പേരോളം ഒരു വണ്ടി സ്കൂൾ വാനിൽ പോയി അവിടെ പോയി കാരുണ്യപ്രവർത്തി ചെയ്യുക, അവർക്ക് വേണ്ട ശുശ്രൂഷകൾ കുളിപ്പിക്കുക എന്നിങ്ങനെ എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുത്ത് എല്ലാ സൺഡേസിലും അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ മാത്രമല്ല അത്യാവശ്യം പറ്റുന്ന സമയങ്ങളിൽ വഴിയിലുള്ളവർക്കൊക്കെ ഭക്ഷണം വിതരണം ചെയ്യുകയും അതുപോലെ ഒരു പറ്റാവുന്ന എല്ലാ മാസവും ദശാംശം എടുത്ത് ഒരു സ്പെഷ്യൽ സ്കൂളിലൊരു കുട്ടി ഒരു അവിടെയുള്ള ഓർഫനേജിൽ അവിടുത്തെ സ്പെഷ്യൽ സ്കൂൾ അവിടുത്തെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യുന്നുമുണ്ട്. ഉടമ്പടി വന്നതിന് ശേഷം എനിക്ക് ജോബ് ലഭിച്ചതിന് ശേഷം എല്ലാ മാസവും ഇങ്ങനെ ദശാംശം മുടങ്ങാതെ അർഹതപ്പെട്ടവർ കയ്യിലെത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ദിവസം തോറും എല്ലാ ദിവസവും ഞാൻ ഹിന്ദു ആണ്, എന്നാലും എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ദിവ്യബലിയിൽ പങ്കെടുത്ത് എനിക്ക് കുർബാന സ്വീകരിക്കാൻ സാധിക്കില്ലെങ്കിലും അരൂപിയിൽ കുർബാന സ്വീകരിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ജപമാലയും അതുപോലെ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. പിന്നെ ബൈബിൾ വായനയും അതുപോലെയുള്ള ബാക്കി എല്ലാ പ്രാർത്ഥനകളെല്ലാം കൃത്യമായി ഉടമ്പടി നിബന്ധനകൾ പാലിച്ചു. ഉപവാസ പ്രാർത്ഥന ധ്യാനം കാണുന്നുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ കണ്ട് എല്ലാ ദിവസവും എല്ലാ ധ്യാന ദിവസം കാണാൻ പറ്റില്ലെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ കണ്ട് അത് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കണ്ട് ഷെയർ ചെയ്യുന്നു. വചനങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്ന വചനങ്ങൾ സ്റ്റാറ്റസായിട്ട് ഷെയർ ചെയ്യുന്നു. ഇങ്ങനെ അറിയാൻ പറ്റുന്ന മാക്സിമം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ മാതാവിനെ അറിയാത്തവരെ അറിയിച്ച് അങ്ങനെ മാതാവ് വഴി ഈശോയിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്.
ഇതിനിടയിൽ ഒരു സാക്ഷ്യം കൂടി പറയാനുള്ളത്, എൻ്റെ മൊബൈൽ ഒരു ദിവസം ട്രെയിനിൽ വെച്ച് നഷ്ടമായി. ഒരു മാസം മുൻപ് ട്രെയിനിൽ വരുന്ന ട്രിവാൻഡ്രത്ത് നിന്ന് തൃശ്ശൂർ വരെ വരുമായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രം സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മൂവ് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മോള് അതൊക്കെ ഫോൺ എടുത്തൊന്ന് പുറത്തേക്ക് എറിയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് ട്രാക്കിൽ വീണു. ഒരിക്കലും ലഭിക്കില്ല എന്ന് വിചാരിച്ച ആ മൊബൈൽ ഞാൻ തൃശ്ശൂരെത്തി 1 മണിക്കൂറിനുള്ളിൽ ലഭിച്ചു എന്ന് പറഞ്ഞ് ട്രിവാൻഡ്രത്ത് നിന്ന് റെയിൽവേ പോലീസ് എന്നെ വിളിച്ച് അറിയിക്കുകയാണ് ഉണ്ടായത്. അത് ഞാൻ ദിവസവും ഡെയിലി ബ്രെഡ് കണ്ട് സാക്ഷ്യം ഷെയർ ചെയ്യുന്നതും ഇതെല്ലാം പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം സ്റ്റാറ്റസൊക്കെ ഷെയർ ചെയ്യുന്ന മൊബൈലാണത്. ഒരു കുഴപ്പം കൂടാതെ ആ മൊബൈൽ എൻ്റെ കയ്യിലിരിക്കുന്നു. ഒരു പോറലോ ഒരു സ്ക്രാച്ചോ ഒന്നും വീഴാതെ ഒരു കുഴപ്പം കൂടാതെ. കാരണം ഇത് വീണതിന് ശേഷം 1.5 മണിക്കൂർ അവിടെ മഴ പെയ്തു എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. അന്ന് ഉച്ചയോടുകൂടി മൊബൈൽ തിരിച്ചു കിട്ടുകയും ഒരു കുഴപ്പം കൂടാതെ എനിക്ക് ലഭിക്കുകയും ചെയ്തു. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഇങ്ങനെ എന്നെ ഉയർത്തിയതിന് കോടാനുകോടി നന്ദി. ഉടമ്പടിയുടെ ഞാൻ പലപ്പോഴും ഉടമ്പടി മാതാവിനോട് നമുക്ക് ഉടമ്പടി ഉണ്ടെങ്കിലും പരീക്ഷണങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമഘട്ടത്തിൽ നിൽക്കുന്ന സമയങ്ങളിലെല്ലാം പലപ്പോഴും മഴവില്ലിൻ്റെ രൂപത്തിലും പിന്നെ അതേപോലെ സഞ്ചാരി മാതാവേ വരുന്ന രീതിയിൽ ഏതെങ്കിലും ബസ്സിലോ ഓട്ടോയിലോ അങ്ങനെ എവിടെയെങ്കിലും മാതാവിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ കാശുരൂപോ കാണുന്ന രീതിയിൽ എൻ്റെ മുൻപിൽ സഞ്ചാരി മാതാവായിട്ട് ഒരു പ്രതിസന്ധിയുള്ള സമയങ്ങളിൽ കാണാറുണ്ട്. അങ്ങനെ എൻ്റെ കൂടെ എപ്പോഴും മാതാവ് ഉണ്ടെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിലാണ് ഞാൻ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മരണം വരെ ഉടമ്പടി ജീവിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉടമ്പടി ജീവിതം ഇതുപോലെ തന്നെ കൂടുതൽ ഇതുപോലെയല്ല കുറച്ചും കൂടി തീക്ഷ്ണമായി മറ്റുള്ളവരെ അറിയിക്കാനും വിശ്വാസത്തിൽ മുന്നേറാനും വിചാരിച്ചാണ് ഞാൻ അങ്ങനെയുള്ളൊരു ഉടമ്പടി ജീവിതം തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഉടമ്പടി വഴി നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മളതിൽ നിയോഗങ്ങൾ എഴുതുന്നത് ആദ്യമെല്ലാം ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗം സമർപ്പിച്ചാണ് ഇതാക്കിയിരുന്നത്. പിന്നെ ഉടമ്പടിയിൽ ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് ഒരു ആത്മീയ ജീവിതത്തിൻ്റെയും ദൈവവിശ്വാസത്തിൻ്റെയും എല്ലാം ഒരു ബോധ്യം നമുക്ക് ലഭിക്കുന്നത്. ഈ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ നിയോഗങ്ങൾ സമർപ്പിച്ച് പല നിയോഗങ്ങളും നടക്കാറില്ല. അപ്പോൾ അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന പോലെ നമ്മൾ നടക്കാത്ത നിയോഗങ്ങൾ, നടക്കാത്ത ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ദൈവകൃപയ്ക്കും അതുവഴി നിത്യജീവൻ എന്നുള്ളൊരു ലക്ഷ്യമാക്കി ജീവിക്കാനാണ് അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്തിൽ നടക്കുന്ന നമുക്ക് ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയല്ല. അതൊരു മാതാവ് നമുക്ക് തരും. പക്ഷേ നിത്യജീവൻ ലക്ഷ്യമാക്കി ഒരു ദൈവവിശ്വാസത്തിൽ ദൈവസ്നേഹത്തിലും ദൈവവിശ്വാസത്തിലുള്ള ഒരു ജീവിതം, സഹജീവികളോട് കരുണ തോന്നാറില്ല. അപ്പം ഞാൻ തെറാപ്പി സെൻറ്ററിൽ പോകുമ്പോൾ മോളെ അവിടെ ചുറ്റുമുള്ള കുറേ പാരൻസ് മോളെ പോലെ ഉള്ള പലതരം വൈകല്യങ്ങൾ, ഓട്ടിസമായിട്ടും അങ്ങനെയുള്ള കുറേ ഹൈപ്പർ ആക്റ്റീവായ കുറേ കുട്ടികളുണ്ടാവും. അവരുടെ പാരൻസൊക്കെ പുറത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ അവരുടെ വിഷമങ്ങളും അവർക്ക് ആർക്കും മാതാവിനെ അറിയാത്തവരുണ്ട്, അറിയുന്നവരുണ്ട്, അറിഞ്ഞു വരാൻ പറ്റാത്തവരുണ്ട്. അവരോടെല്ലാം ഞാൻ പത്രം കൊടുത്ത് എൻ്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞ് അവർ ഉടമ്പടിയെ പറ്റിയിട്ടെല്ലാം പറഞ്ഞ് അവരെ അങ്ങനെ ഒരു പ്രേക്ഷിത പ്രവർത്തനം കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അനുഭവിച്ചിരുന്ന വേദനകൾ, കുറേ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം അതെല്ലാം അവരും അനുഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ മറ്റുള്ളവർക്ക് എത്രയും പെട്ടെന്ന് മാതാവ് വഴി ഈശോയുടെ അടുക്ക് മാതാവ് എത്തിക്കാൻ വേണ്ടി ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. എന്നെ ഇത്രയും അനുഗ്രഹിച്ച് 8ാമതൊരു സാക്ഷ്യം പറയാൻ ഈ അൾത്താരിൽ കയറ്റി നിർത്തി മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. 1 പീറ്റർ 1:7 നമ്മുടെ ജീവിതത്തിൽ പല സമ്മർദ്ദങ്ങളും അനിശ്ചിതത്വങ്ങളും പരാജയങ്ങളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ബന്ധങ്ങളിലെ വേദനകളും ഇവയൊക്കെ അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ നാം ചോദിക്കാം, ദൈവത്തിൽ വിശ്വസിച്ചിട്ട് ഇതെന്തുകൊണ്ട് എന്ന്. പരീക്ഷണങ്ങളുടെ നടുവിലും വിശ്വാസത്തോടെ നിലനിൽക്കുമ്പോൾ പരീക്ഷണങ്ങൾ നമ്മെ നശിപ്പിക്കുകയല്ല, നമ്മെ ശുദ്ധമാക്കിയാണ്, നമ്മെ ശക്തമാക്കിയാണ്. ശുദ്ധമാക്കി ശക്തമാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ എല്ലാ പരീക്ഷണങ്ങളിലും ഉറച്ചു നിൽക്കുവാനും വിശ്വാസത്തിൽ ദൈവസന്നിധിയിൽ മഹത്വപ്പെടുത്തുവാനുമുള്ള ഓരോ വഴികളാണ് നമുക്ക് തുറന്നു തരുന്നത്. ഇന്നത്തെ ഓരോ വേദനകളും വിശ്വാസത്തോടെ സ്വീകരിക്കുവാനും വിശ്വാസത്തിൽ
മുന്നോട്ട് വിശുദ്ധിയിലും വിശ്വാസത്തിലും മുന്നോട്ട് പോകുവാനുമാണ് ഉടമ്പടി നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. ഒന്ന് മാത്രമേ ഉള്ളൂ, പരീക്ഷണങ്ങളിൽ കൂടി തെളിയുന്ന ഒരു വിശ്വാസം നമുക്ക് ഒരു കൃപയാണ്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് ഡോക്ടർ രമ്യ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്, പങ്കിട്ടത്. ഡോക്ടർ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിഞ്ഞത് ഒരു ഹോസ്പിറ്റലിൽ കുഞ്ഞിൻ്റെ ഡെലിവറിയുടെ സമയത്താണ്. ഡൗൺ സിൻഡ്രോമുള്ള കുഞ്ഞിന് പ്രസവിച്ചതിന് ശേഷം ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ പറയുന്നതാണ് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്ന്. പിന്നീട് 2021 ഡോക്ടർ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത്. ഇന്ന് പരിശുദ്ധാമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് 17 പ്രാവശ്യം പുതുക്കി 8ാമത്തെ സാക്ഷ്യവുമായിട്ടാണ്. പറഞ്ഞ വചനത്തിൽ കേട്ടതുപോലെ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. വിശ്വാസത്തോടെ ഡോക്ടർ പ്രാർത്ഥിക്കുകയായിരുന്നു. 17 പ്രാവശ്യം പുതുക്കി 8 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞു. ഉടമ്പടി ജീവിതത്തിൽ നിലനിൽക്കുന്ന വിശ്വാസപൂർണമായ ഒരു അക്രൈസ്തവ മകളുടെ സാക്ഷ്യമാണ് നാം കേട്ടത്. പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ മകളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ നടന്നത്. മൈൽ സ്റ്റോണെല്ലാം ഡിലേ ആയിരുന്നു, പക്ഷേങ്കിൽ കുട്ടി നടക്കുവാൻ തുടങ്ങി. പിന്നീട് ആയുർവേദ ഡോക്ടറായ ഈ ഡോക്ടറിന് ഒരു ESI ഹോസ്പിറ്റലിൽ പെർമനൻറ്റ് ജോബ് കിട്ടുകയും ട്രാൻസ്ഫർ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് വീടിൻ്റെ അടുത്ത് തന്നെ ട്രാൻസ്ഫർ കിട്ടുകയും ബ്രദറിന് നല്ല ജോലി ലഭിക്കുക, അങ്ങനെ പല സാക്ഷ്യങ്ങളും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പറയുന്ന സാക്ഷ്യത്തിൽ കേട്ടത് ചെസ്റ്റ് ഇൻഫെക്ഷനായിട്ട് ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ ബാധിച്ച ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം തേച്ച് ലൈറ്റ് കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മകൾക്ക് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിച്ചെന്നും, സമ്മർ ഹീറ്റിൽ ഒരു ദിവസം കുട്ടി ആരും അറിയാതെ ബാത്റൂമിൽ രാത്രിയിൽ പോയി ഒരു ബക്കറ്റ് നിറച്ച് വെള്ളമുണ്ടായിരുന്ന ആ റൂമിൽ സമയം ചെലവഴിക്കുകയും അവിടെ ഈശോയുടെയും അമ്മയുടെയും ഒരു സാന്നിധ്യം, അതായത് പെട്ടെന്ന് അമ്മയ്ക്കൊരു വെളിപ്പെടുത്തൽ പോലെ പോയി നോക്കുവാനുള്ള ഒരു ആഗ്രഹം ലഭിക്കുകയും അങ്ങനെ പോയി നോക്കുമ്പോൾ കുഞ്ഞിനെ അവിടെ ഇരിക്കുന്ന കണ്ട് അവിടെ ഒരു വലിയൊരു സംരക്ഷണമാണ് ഈശോയും അമ്മയും കരുതി കൊടുത്തത്. പിന്നീട് ഈ കുട്ടിക്ക് ബ്ലിസ്റ്റർ ബീറ്റിൽ എന്ന ഒരു പ്രാണിയുടെ ബൈറ്റ് വരികയും പിന്നീട് അതൊരു നമുക്കറിയാം പൊള്ളൽ വന്ന് ഒരു കുമിള വരുന്ന ഒരു സ്ഥിതിയാണ്. അത് കണ്ണിൻ്റെ അകത്ത് വീണിരുന്നെങ്കിൽ ഉള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് കണ്ണിന് പുറത്ത് വളരെ അതായത് ഈ ബ്ലിസ്റ്റർ ബീറ്റിൽ എന്ന ആ പ്രാണി കടിക്കുമ്പോൾ കാന്താരിഡിൻ എന്ന ഒരു രാസവസ്തുവാണ് തൊലിയിൽ പതിയുന്നത്. അപ്പോഴാവത്തിൽ നിന്ന് തൊലിയിൽ ഒരു കുമിളകളും പൊള്ളലും വന്ന് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വളരെ പ്രയാസമേറിയ ഒരു സ്ഥിതിയിൽ കൂടെ കടന്നു പോവുകയാണ്. അവിടെയും ഈശോയും അമ്മയും സംരക്ഷിക്കുകയാണ് ഈ മകളെ. അത് കണ്ണിൻ്റെ പുറത്താണ് വീണത്, പക്ഷേങ്കിൽ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെയും ഈശോയും അമ്മയും സൗഖ്യപ്പെടുത്തുകയാണ്. ട്രിവാൻഡ്രം ടു തൃശ്ശൂർ ട്രാവൽ ചെയ്തപ്പോൾ നമുക്കറിയാം ഒരു ചെറിയ വസ്തു പോലും ട്രെയിനിൽ നിന്ന് വീണു പോയാൽ ഉള്ള അവസ്ഥ. അവിടെയും ട്രെയിനിൽ നിന്ന് പോയ ഒരു മൊബൈൽ അവിടെ ഏത് രീതിയിലും അത് കിട്ടുവാൻ സാധ്യതയില്ല, കിട്ടിയാൽ തന്നെയും അതിൻ്റെ സ്ഥിതി നമുക്കറിയാം. പക്ഷേങ്കിൽ അവിടെയും വലിയൊരു സംരക്ഷണമാണ്. കുഞ്ഞ് ട്രെയിനിൻ്റെ ജനലിൽ കൂടെ എടുത്തെറിഞ്ഞ മൊബൈൽ ആയിട്ടാണ് ഇന്ന് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. മൊബൈലിനൊരു കുഴപ്പവുമില്ലാതെ അവിടെയും അമ്മയുടെ ഒരു വലിയ സംരക്ഷണമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത് എവിടെ പോയാലും എന്തിനു പോയാലും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് നാം പോകുന്നത്. അവിടെയെല്ലാം നമുക്ക് സംരക്ഷണമാണ്. ഈ ഡോക്ടറിൻ്റെ ജീവിതത്തിലും എവിടെ പോയാലും എന്തിനു പോയാലും എവിടെയൊക്കെയെല്ലാം ഈശോയുടെ ഒരു സാന്നിധ്യവും സംരക്ഷണവുമാണ്. ഈ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ അന്ന് നല്ല 1.5 മണിക്കൂറോളം ആ സ്ഥലത്ത് മഴയുണ്ടായിരുന്നു. ഒരു മൊബൈൽ വെള്ളത്തിൽ വീണുള്ള സ്ഥിതി എന്താണ്, അതും ട്രെയിനിൽ നിന്ന് വീണ ഒരു മൊബൈൽ. അവിടെയെല്ലാം ഒരു വലിയ സംരക്ഷണമാണ്. എല്ലാ കാര്യത്തിലും എല്ലാ രീതിയിലും സഞ്ചാരി മാതാവ് കൂടെയുള്ള ഒരു അവസ്ഥയാണ് ഈ ഡോക്ടറിൻ്റെ ജീവിതത്തിൽ. എപ്പോഴും കൂടെ യാത്ര ചെയ്യുന്ന അമ്മയുടെ ആ സാന്നിധ്യം, ഈശോയുടെ കൃപ, കരുണ, അനുഗ്രഹങ്ങൾ. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് 7-8 പത്രം വാങ്ങും, എല്ലാ സ്ഥലങ്ങളിലും പോവും. സ്റ്റാറ്റസ് നോക്കാതെ ഡോക്ടറായ ഈ സഹോദരി ബസ് സ്റ്റാൻഡിൽ പോയി പത്രം കൊടുക്കുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും? പക്ഷെങ്കിൽ
എൻ്റെ മനസ്സിൽ ഡോക്ടർ പറഞ്ഞത് അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീഷ്ണത, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ആ സ്നേഹം, ദൈവസ്നേഹം, അത് ആരെയും കാണിക്കാനല്ല, ഒന്നും കിട്ടാനുമല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ആഗ്രഹത്തോടു കൂടി അറിയാത്തവരെ അറിയിക്കണമെന്ന ആ ദൈവസ്നേഹം അടുത്തറിഞ്ഞ നിമിഷം മുതൽ അക്രൈസ്തവയായ മകള് സ്റ്റാറ്റസ് ഒന്നും നോക്കാതെ ബസ് സ്റ്റാൻഡിലും തെരുവുകളിലും പോയി പത്രം കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ്. ESI ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഈ ഡോക്ടർ തെരുവിൽ പോയി പേപ്പർ കൊടുക്കുന്ന ആ സ്നേഹം, ആ ദൈവസ്നേഹമാണ്. അതും അക്രൈസ്തവയായ ഈ മകളുടെ ദൈവസ്നേഹം. അതിൽ കൂടെയൊക്കെ ആവാം ഈശോയും അമ്മയും ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത്. കാരുണ്യ പ്രവർത്തികൾ കൃപാസനം പ്രെയർ ഗ്രൂപ്പിൽ അംഗമായിട്ട് അവിടെ ചെന്ന് അനാഥ മന്ദിരത്തിലൊക്കെ മറ്റുള്ളവരെ ആ ഗ്രൂപ്പിൽ കൂടിയാണ് എല്ലാ സൺഡേയിലും പോയി അവരെ കുളിപ്പിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ആരുമില്ലാത്തവരെ സ്നേഹത്തോടെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. അതും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണുന്നതാണ്. തന്നെയുമല്ല, പലവരെയും സഹായിക്കുന്നുണ്ട്. എൻ്റെ കുട്ടി ഇങ്ങനെ ആയതുകൊണ്ട് മറ്റു കുട്ടികളെയും സഹായിക്കുന്നു. ഒരു കുട്ടിയെ, അതും ഡിഫറൻ്റ്ലി ഏബിൾഡായ ഒരു കുട്ടിയാണ് സഹായിക്കുന്നത്. കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടാണ് അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുകയും ഉടമ്പടി ജീവിതത്തിൽ വന്നത്. പിന്നെയാണ് മറ്റുള്ളവരെ കാരുണ്യ പ്രവർത്തികളിൽ കൂടെ ദൈവസ്നേഹം, നമ്മൾ പറയും ഈ കുഞ്ഞിനുമായിട്ട് ഞാൻ എങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്, പ്രായം ചെന്ന അച്ഛനും അമ്മയും വീട്ടിലുള്ളപ്പോൾ എങ്ങനെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമെന്ന്. പക്ഷെങ്കിൽ ഡോക്ടറായ ഈ സഹോദരി നല്ലൊരു ഡോക്ടറാണ്, ജോലി ചെയ്യുന്നു. പിന്നെ ഡൗൺ സിൻഡ്രോമുള്ള ഒരു മകളുണ്ട്. പക്ഷെങ്കിൽ അവിടെയെല്ലാം കാണുന്ന ആ ദൈവസ്നേഹം, അടുത്തറിഞ്ഞ ആ വിശ്വാസം, മറ്റുള്ളവർക്ക് പങ്കിടാനുള്ള ആ തീഷ്ണത, അതെല്ലാം മറികടന്നാണ് ഡോക്ടർ സമയം കണ്ടെത്തുന്നത് മറ്റുള്ളവരെ സഹായിക്കാനും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാനും. കൃപാസനം ഗ്രൂപ്പിൽ നിന്ന് മറ്റു സൺഡേസിലാണ് അവധിയുള്ളത്. അന്നും ഈ കുട്ടിയെ കൂടെ കൊണ്ടാണ് മറ്റു കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഒരു അക്രൈസ്തവമായ ഒരു സഹോദരി ചെയ്യുമ്പോൾ ഈശോയും അമ്മയും എങ്ങനെ കാണാതിരിക്കും? അതുകൊണ്ട് തന്നെയാണ് ഈ മകൾ പറയുന്നത്, ഈ മകളുടെ ജീവിതത്തിൽ ഡൗൺ സിൻഡ്രോമുള്ള ഒരു മകളുണ്ട് കൂടെ. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ വന്നത് പിന്നെ എനിക്കെല്ലാം സ്വീകരിക്കുവാനും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയും പിന്നെ എല്ലാം തരണം ചെയ്യാനുള്ള ഒരു ധൈര്യവും ഒരു കോൺഫിഡൻസും എല്ലാം ഈശോയുടെ അമ്മയോടും ചേർന്ന് വന്നതിൽ പിന്നെയാണ് ഉടമ്പടി ജീവിതത്തിൽ വന്നപ്പോൾ വിശുദ്ധിയിൽ ജീവിച്ച് നിത്യജീവനിൽ പ്രത്യാശ അർപ്പിച്ച് കൂടുതൽ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഭൗതികമായിട്ട് മാത്രമല്ല, നിയോഗത്തിൽ മാത്രമല്ല ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണത്, ആ ദൈവത്തോട് ചേർന്ന് നിന്നുള്ള ഒരു നിത്യത വരെയുള്ള ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ബൈബിൾ വചനവും ബൈബിള് അരൂപിയിൽ കുർബാന എല്ലാ ദിവസവും കൂടും. ഞാൻ ചോദിച്ചു, ഒരു ദിവസം കുർബാന കൂടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. പിറ്റേ പ്രാവശ്യം 2 പ്രാവശ്യം കുർബാന കൂടുമെന്നാണ്. ഈ അക്രൈസ്തവയായ ഈ സഹോദരി ഒരു ദിവസം കുർബാന മിസ് ചെയ്തെങ്കിൽ പിന്നീട് ഒരിക്കൽ 2 കുർബാന ഒരേ ദിവസം കൂടി അത് കവറപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതും കുർബാന സ്വീകരിക്കാതെ മറ്റുള്ളവർ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ അരൂപിയിൽ കുർബാന സ്വീകരിക്കുമെന്നാണ് ഈ മകളുടെ ആ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആ സ്നേഹം. ഇതാണ് നാം കേട്ട വചനത്തിൽ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണ്ണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേറും. പരീക്ഷണങ്ങൾക്ക് ഒരു കുറവുമില്ല, പ്രത്യേകിച്ചും ഈ ഡൗൺ സിൻഡ്രോമുള്ള കുട്ടിയെയും കൊണ്ടുള്ള ജീവിതം. പക്ഷെങ്കിൽ ഈ പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ച് ജീവിതത്തിൽ വിശ്വാസത്തോടെ ജീവിക്കുന്ന കൃപാസനം ഉടമ്പടിയിൽ 17 പ്രാവശ്യം പുതുക്കി ജീവിക്കുന്ന ആ വിശ്വാസമാണ് ഈശോയും അമ്മയെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. പലരും ചോദിച്ചിട്ടുണ്ട് എന്ത് കിട്ടിയെന്ന്. പക്ഷേ ഈ സഹോദരി പറയുന്നത് കിട്ടിയെന്നല്ല, ദൈവത്തോട് ചേർന്ന് നിത്യജീവിതത്തിലേക്കുള്ള ആ ജീവിതമാണ്, വിശ്വാസപരമായ ജീവിതമാണ് ഞാൻ നയിക്കുന്നുവെന്നാണ്. ഇന്നത്തെ വേദനകൾ നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ വേദനകളുടെ നടുവ്, പരീക്ഷണങ്ങളുടെ നടുവിലായിരിക്കാം. പക്ഷേ അതിലൊക്കെ വളരുന്നത് വിശ്വാസം നിത്യമായതാണ്. നമ്മളെ നിലനിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, പരീക്ഷണങ്ങളിൽ കൂടി തെളിയുന്ന വിശ്വാസം. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ വേദനയിലൂടെ മഹത്വത്തിലേക്കുള്ള വിശ്വാസയാത്രയിൽ നമ്മെ ഓരോരുത്തരെയും കരം പിടിച്ച് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കൃപാസന അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതവും കൂടുതൽ തീഷ്ണതയോടെ, വിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.
നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ നമ്മൾ വിശ്വാസത്തിലെ ഉടമ്പടി ജീവൻ നയിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ ഒരു മെറിറ്റുമില്ലായിരിക്കും. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ എന്ത് പരീക്ഷണമായാലും നമുക്കതൊക്കെ തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള കൃപ ലഭിക്കുന്നുണ്ട്. ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഡോക്ടർ രമ്യയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.